പീപ്പിൾസ് റെസ്റ്റ് ഹൌസുകൾ വഴി 22 കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിന് ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. വിശ്രമ മന്ദിരങ്ങൾ ജനങ്ങൾക്ക് തുറന്നു നൽകിയ ശേഷം 3.5 ലക്ഷത്തിലധികം പേർ താമസ സൗകര്യം ഉപയോഗിച്ചതായി മന്ത്രി പറഞ്ഞു. കോഴിക്കോട് PWD റെസ്റ്റ് ഹൌസിനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുറഞ്ഞ ചെലവിൽ മികച്ച താമസ സൗകര്യം പൊതുജനങ്ങൾക്ക് ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് പൊതുമരാമത്ത് വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് പീപ്പിൾസ് റെസ്റ്റ് ഹൌസുകൾ. 3 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതിക്ക് വലിയ അംഗീകാരം ലഭിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി. കോഴിക്കോട് നിലവിലെ വിശ്രമ മന്ദിരത്തോട് ചേർന്നാണ് പുതിയ കെട്ടിടം പണി കഴിച്ചത്. 196 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ 8 AC മുറികളുണ്ട്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 3 കൊല്ലം 2 മാസത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ മാത്രം ലഭിച്ച അധിക വരുമാനം 22 കോടി രൂപയാണെന്ന് സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിച്ചു. സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധ അതാണ്. മനുഷ്യന്മാർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കാൻ എന്ത് ചെയ്യാനാകും, താമസിക്കാനുള്ള സൗകര്യം. ഇതുവരെ ഈ 3 കൊല്ലം 2 മാസത്തിനിടയിൽ 3,51,099 പേർ റെസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച താമസ സൗകര്യങ്ങളാണ് PWD റെസ്റ്റ് ഹൗസുകളിലുള്ളത്. ഇത് കൂടുതൽ പേരെ ആകർഷിക്കുന്നു. ഓൺലൈൻ ബുക്കിംഗ് ആയതോടെ ആർക്കും എവിടെ നിന്നും മുറി ഉറപ്പാക്കാനാവും. കോഴിക്കോട് നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷനായി. മേയർ ബീന ഫിലിപ്പ്, MLA അഹമ്മദ് ദേവർകോവിൽ, A പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.